عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب. മാന്യ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ തഖ്വയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവന്റെ നിയമസംഹിതകൾ പാലിച്ച് കഴിവിന്റെ പരമാവധി തഖ്വയോടെ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. ഇന്ന് ഒന്നാം ഖുത്ബയിൽ പരാമർശിച്ചത് മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യ ബന്ധവും അതിന്റെ ഗുണവും, രണ്ടാം ഖുത്ബയിൽ അത് പാലിച്ചില്ലെങ്കിലുള്ള ദുരന്തവും അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയുമാണ് പരാമർശിക്കുന്നത്. അഥവാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം വളരെ വിശാലമായ മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവന്റെ ഇടപാടുകൾ വ്യത്യസ്ത മേഖലകളിലൂടെ അവന് ഇടപാടുകൾ നടക്കേണ്ടതുണ്ട്. ഒന്നാമതായി അവന്റെ റബ്ബുമായുള്ള അവന്റെ ഇടപാട്, രണ്ട് അവന്റെ ശരീരവുമായുള്ള ഇടപാടുകൾ, അതുപോലെ അയൽവാസികളുമായുള്ള ഇടപാടുകൾ, അവിശ്വാസികളുമായുള്ള ഇടപാടുകൾ, മനുഷ്യരുമായുള്ള ഇടപാടുകൾ, ജീവികളുമായുള്ള ഇടപാടുകൾ, വൃക്ഷങ്ങളുമായുള്ള ഇടപാടുകൾ, ഇങ്ങനെ ഒരുപാട് മേഖലകളുമായി മനുഷ്യന്റെ ബന്ധം നിലനിൽക്കുകയാണ്. ആ മേഖലകളൊക്കെ വിവരിക്കാൻ മാത്രം വിശാലമല്ല ഇന്നത്തെ ഖുത്ബ, ഒരു ഖുത്ബയും. അതുകൊണ്ട് തന്നെ ഈ ഇടപാടുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഇടപാട് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നത് എന്നാണ് ഖതീബ് പറഞ്ഞത്. അതായത് അൽ മുസ്ലിം അൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായുള്ള ബന്ധം എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് അവനുമായി ഇടപെടേണ്ടത് എന്ന അള്ളാഹുവിന്റെ ഇസ്ലാമിക ശരീഅത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വിലയിരുത്തുകയാണ് ഇവിടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽ മുഅ്മിനു ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ എല്ലാവരും സഹോദരങ്ങളാണ്, എല്ലാ മനുഷ്യന്മാരും സഹോദരങ്ങളാണെന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതാണ് കേട്ടു പോവുകയാണ് പതിവ്. എന്നാൽ ആ ഒരു അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആ ആഹ്വാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് മിമ്പറിൽ. മുസ്ലിങ്ങൾ എല്ലാവരും സഹോദരങ്ങളാണ്. ആ സാഹോദര്യ ബന്ധം നമുക്ക് എല്ലാ മുസൽമാന്മാരോടും പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള മനസ്സ് നമുക്കുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ അല്ലാഹു ഖുർആനിൽ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനുകൾ എല്ലാവരും സഹോദരങ്ങളാണ് എന്ന് പറയുമ്പോ ആ സാഹോദര്യം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ, നമ്മളത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞ മുഅ്മിനുകളുടെ പട്ടികയിൽ നമ്മൾ പെട്ടില്ല എന്നർത്ഥം. വളരെ ഗൗരവപൂർവമുള്ള അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. മുഅ്മിനുകളാണോ അവർ പരസ്പരം സഹോദരങ്ങളാണ്. സഹോദരനാകുമ്പോ ആ സാഹോദര്യത്തിൽ എന്തൊക്കെയാണോ വേണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമുക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ട മുഅ്മിൻ എന്ന പേര് നമുക്കില്ല എന്ന് നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നത്. അങ്ങനെ റസൂലുള്ള പറഞ്ഞു, ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ അഹാണ്, സഹോദരനാണ് എന്ന് റസൂലുള്ള പറയാണ്. സഹോദരനാകുമ്പോ പല രൂപത്തിലുള്ള സാഹോദര്യങ്ങളും ഉണ്ടാവും. എങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ആശയം ഒരു ഉപ്പാന്റെയും ഒരു ഉമ്മാന്റെയും മക്കളെ പോലെ ജീവിക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാവണം എന്നർത്ഥം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു പരിചയപ്പെടുത്തിയ മുഅ്മിനുകളുടെ യഥാർത്ഥ മുഅ്മിനുകളുടെ പട്ടികയിൽ നിന്ന് നമ്മൾ പുറത്താണ്. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, മുസ്ലിങ്ങൾ ഒരു ശരീരം പോലെയാണ്. അവർക്കിടയിലുള്ള സന്തോഷത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥ വന്നാൽ മറ്റുള്ളവർക്കൊക്കെ അത് വലിയ സന്തോഷമായിരിക്കും.
അതേപോലെ തന്നെ ഒരു പ്രയാസം വന്നാലോ അവിടെയും അങ്ങനെ തന്നെ. ഒരു മുസ്ലിമിന് ഒരു വിഷമം വന്നു, ഒരു സങ്കടം വന്നു, അല്ലെങ്കിൽ വേദന വന്നു, അല്ലെങ്കിൽ നട്ടം വന്നു, അങ്ങനെ എന്ത് സംഭവിച്ചാലും മറ്റുള്ള മുസൽമാന്മാർക്കൊക്കെ ആ വ്യക്തിക്ക് അതുപോലെയുള്ള ഒന്ന് സംഭവിച്ചതുപോലെയുള്ള വേദന ഉണ്ടാകുന്നാണ് റസൂലുള്ള പറയുന്നത് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട്. അപ്പൊ നമ്മുടെ പരിസരങ്ങളിലോ എവിടെയെങ്കിലും ഒരു വിശ്വാസിക്ക് ഒരു നട്ടം സംഭവിച്ചു, ഒരു വേദന സംഭവിച്ചു, ആ സമയത്ത് നമുക്ക് അതിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതോടെ നമ്മൾ ആഡ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്, പൊതു നമ്മളുടെ ധാരണ ഒരാൾക്ക് ഒരു വലിയ നഷ്ടം സംഭവിച്ചാൽ എന്തൊന്നില്ലാത്ത ഒരു സുഖം നമ്മളിലേക്ക് കയറി വരും. ഒരാൾക്ക് വലിയ സൗകര്യവും നേട്ടവും ഉണ്ടായാൽ എന്തൊന്നില്ലാത്ത ഒരു അസുഖം നമ്മുടെ മനസ്സിലേക്ക് വരും. ഇത് ഫീൽ ചെയ്യുന്നവരാ നമ്മൾ. അപ്പൊ ഇവിടെ റസൂലുള്ള പഠിപ്പിച്ചത് അതിന്റെ നേരെ വിപരീതമാണ്. ഒരു മുസ്ലിമിന് ഒരു സന്തോഷകരമായ ഒരു കാര്യം വന്നാൽ മറ്റു മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അത് വലിയ സന്തോഷമായിരിക്കും. ഒരു മുസ്ലിമിന് ഒരു വലിയ പ്രയാസം വന്നാൽ മറ്റു മുസ്ലിങ്ങൾക്കൊക്കെ വലിയ പ്രയാസമായിരിക്കും. അപ്പൊ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ ആദ്യം ഓതി വെച്ച ആയത്ത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങളിൽ ഇഖ്വത്തുകളാണ്, സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ ആശയ നബി പഠിപ്പിച്ചു തരുന്നത്, നബി പറഞ്ഞു തരുന്നത്. ഈ ആയത്ത് വിശദീകരിക്കാനാണ് നബിനെ അയച്ചിട്ടുള്ളത്. അപ്പൊ റസൂലുള്ള പറയുന്നത് എന്താണ്? നിങ്ങൾ മുസ്ലിങ്ങളാണോ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മുസ്ലിമിന് ഒരു സന്തോഷം കിട്ടിയാൽ നിങ്ങൾക്ക് അവൻ സന്തോഷിക്കുന്നത് പോലെയുള്ള സന്തോഷം നിങ്ങൾക്കുണ്ടാവും. അവനൊരു വിഷമം ഉണ്ടായാൽ നിങ്ങൾക്ക് അതുപോലെയുള്ള വിഷമം ഉണ്ടാകും. അത് നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ ആ മുഅ്മിനുകളുടെ പട്ടികയിൽ നമ്മൾ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. മുസ്ലിങ്ങൾക്കിടയിലുള്ള ബാധ്യതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ തുമ്പിയാൽ അൽഹംദുലില്ലാ പറയുക, അവന് രോഗിയായാൽ സന്ദർശിക്കുക, മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ജനാസയെ അനുഗമിക്കുക, അവരോട് സലാം പറയുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാധ്യതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എത്രയോ രോഗികൾ നമ്മുടെ നാടുകളിലും അതല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ പലരും രോഗമായി കിടക്കുന്നതാവാം. മുസ്ലിം തന്നെ ആയിരിക്കും, പക്ഷെ എങ്കിലും നമ്മൾ മുസ്ലിം ആണെങ്കിലും അവനും ഞാനും അത്ര വലിയ ബന്ധമൊന്നുമില്ല എന്ന് തീരുമാനിച്ച് നമ്മൾ മറിഞ്ഞു നോക്കാറില്ല. ശരിക്കും ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ മനുഷ്യനെയാണ് മുഅ്മിൻ എന്ന് പറയാ. അത് ആരൊക്കെ ഉണ്ടോ, നീ അറിയണവനാണെങ്കിലും ശരി അറിയാത്തവനാണെങ്കിലും ശരി, അവനൊക്കെ നിന്റെ സഹോദരനാണ്. അവന് രോഗം വന്നാൽ നീ അവനെ സന്ദർശിക്കേണ്ടതാണ്. ഈ ബോധം നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെ ഉണർത്തുകയായിരുന്നു ഇന്നത്തെ ഖുത്ബയിൽ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങളിൽ ഒരാൾക്കും വിശ്വാസിയാവാൻ സാധ്യമല്ല. ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങളുടെ സ്വന്തം ശരീരത്തിന് നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ നിങ്ങളുടെ സഹോദരനും നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാലത്തോളം. നമ്മുടെ ശരീരത്തിന് നമ്മൾ പലതും ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല കാര്യങ്ങൾ. ആ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനുകളല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അതും തന്നെ നമ്മൾ സ്വന്തം നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം. നമുക്കൊക്കെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുണ്ട്. നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടേതായ കാര്യത്തിന് പരിഗണന നൽകുകയും മറ്റുള്ളവരുടെ കാര്യത്തിന് പരിഗണന നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മുഅ്മിനല്ല. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ മുഅ്മിനല്ല. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനുകൾ ഇഖ്വത്താണ്, സഹോദരങ്ങളാണെന്ന് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത് നബി വിശദീകരിച്ച് പറഞ്ഞത് ഇതാണ്: നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം നിങ്ങളുടെ സ്വന്തം ശരീരത്തിന്, അത് നിങ്ങളുടെ സഹോദരനും നിങ്ങൾക്ക് ഇഷ്ടമാവണം. എങ്കിലേ നിങ്ങൾ മുഅ്മിനാവൂ. ലാ യുഅ്മിനു എന്നാ റസൂലുള്ളാഹി പറഞ്ഞത്. നിങ്ങൾ മുഅ്മിനാവുകയില്ല ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. സ്വന്തം ശരീരത്തിന് നിങ്ങൾ എന്ത് ഇഷ്ടപ്പെടുന്നോ അത് നിങ്ങൾ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്നത് വരെ മുസ്ലിങ്ങളായ ആളുകൾക്ക്. അപ്പൊ നമുക്ക് ഈ ഹദീസുകൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ആ ഒറിജിനൽ മുഅ്മിനിന്റെ പട്ടികയിൽ നിന്ന് പുറത്താണ് എന്ന് നമ്മൾ ഈ ഹദീസുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമൂന കർറജുലിൽ വാഹിദ്, മുസ്ലിങ്ങളെ എല്ലാവരും ഒറ്റ മനുഷ്യനെ പോലെയാണ്. അവ യമനിലുള്ളവര്, ഇറാഖിലുള്ളവര്, ലോകത്തിന്റെ ഏതെല്ലാം മേഖലകളിലുള്ളവരാണെങ്കിലും അവരെല്ലാവരും ഒറ്റ മനുഷ്യരാണ്, ഒറ്റ ശരീരമാണ്. ആർക്ക് എന്ത് പ്രയാസം വന്നാലും എല്ലാവർക്കും സങ്കടം ഉണ്ടാകും. അപ്പൊ എന്താണ്, ആ നാടുകളിലൊക്കെ ഉള്ള നമ്മുടെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ആ നാട്ടുകാർക്കല്ലേ എന്ന നിലക്ക് നമുക്കൊരു സങ്കടമോ ഒരു വിഷമോ ഒരു ഫീലിംഗ് ഒന്നും ഇല്ലെങ്കിൽ നാം യഥാർത്ഥ മുഅ്മിനാകുന്നില്ല എന്നാണ്. അതായത് മനുഷ്യന്മാർ തമ്മിലുള്ള, മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയും അവർക്ക് പരസ്പരമുള്ള ബാധ്യതകളെയും ബഹുഭൂരിഭാഗം മനുഷ്യന്മാരും മറന്നു കളഞ്ഞിരിക്കുകയാണ്, അശ്രദ്ധയിലാണ്. ഇതൊക്കെ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം, പ്രവാചകൻ പറയാം, ഉൻസുർ അഹാക ളാലിമൻ ഔ മദ്ലൂമ, നിന്റെ സഹോദരൻ അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെടുന്നവനാണെങ്കിലും നീ അവനെ സഹായിക്കണം. നോക്കൂ നിങ്ങൾ, ആക്രമിക്കുന്നവനെ നമുക്ക് സഹായിക്കാൻ വല്ല മാർഗമുണ്ടോ? ആക്രമിക്കുന്നവനെ നമുക്ക് തള്ളിക്കളയേണ്ടതാണ്. പക്ഷെ നബി പറഞ്ഞ അങ്ങനെയല്ല, ആക്രമിക്കുന്നവനെ നീ സഹായിക്കണം, അതുപോലെ ആക്രമിക്കപ്പെടുന്നവനെയും നീ സഹായിക്കണം. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, നബി ആക്രമിക്കപ്പെടുന്നവനെ സഹായിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ അക്രമിയായ മനുഷ്യനെ എങ്ങനെ സഹായിക്കുക? നോക്കൂ നിങ്ങൾ, അപ്പൊ മുഅ്മിനായ മനുഷ്യനാണ്, അവൻ അക്രമിയാണ്, എന്നാലും ആ അക്രമിയായതിന്റെ പേരിൽ നിങ്ങൾ ഒഴിവാക്കി കളയണ്ട എന്ന് അള്ളാന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മൾ അറിയാത്ത മുഅ്മിനുകളായ ആളുകൾ രോഗികളായി കിടക്കുമ്പോൾ നമ്മൾ അവരെ സന്ദർശിക്കാൻ പോണോ പോണ്ടേന്ന് ആലോചിച്ച് നോക്കൂ. അക്രമിയാണെങ്കിൽ പോലും നീ അവരെ സഹായിക്കണം. അപ്പൊ നബിയോട് സാബത്ത് ചോദിക്കുക, എങ്ങനെ നീ ആക്രമിക്കുന്നവനെ എങ്ങനെ ഞങ്ങൾ സഹായിക്കും നബിയെ? അപ്പൊ റസൂലുള്ള പറയണത്, തംനഉഹു, അവനെ നീ എന്ത് ചെയ്യാൻ തടയണം, അവന്റെ അക്രമത്തിൽ നിന്ന് തടയണം. തല്ലിന് വരികയാണെങ്കിൽ അവനെ പിടിച്ചു വെക്കണം, പിടിച്ചൊതുക്കണം. അത് അവനെ സഹായിക്കല. അക്രമം എന്ന് പറഞ്ഞാൽ വെറും തല്ലും കുത്തും മാത്രമല്ല, ക്രമം തെറ്റിക്കുന്ന എന്ത് പരിപാടികൾ, ക്രമം തെറ്റുന്ന എന്ത് പരിപാടികളാണെങ്കിലും അത് തടയുക എന്നുള്ളതാണ്. അപ്പോ ആക്രമിക്കുന്നവനെ പോലും പരിഗണിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഈ മുസ്ലിങ്ങളായ ആളുകൾ തമ്മിൽ പരസ്പരം സഹോദരങ്ങളാണ്, പരസ്പരം സ്നേഹനിധികളായി മുന്നോട്ട് പോവേണ്ടവരാണെന്ന് അള്ളാഹ് ഖുർആനിൽ പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ, അതായത് ഇസ്ലാമിന്റെ എതിർ ചേരിയിൽ മുസ്ലിങ്ങളോട് അക്രമ വാസനയുമായി പോകുന്ന, ശത്രുതയുമായി പോകുന്ന ആളുകൾ, അവരുടെ അവസ്ഥ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞു, വല്ലദീന കഫറു ബഅദുഹും ഔലിയാഉ ബഅദ്, നിങ്ങളുടെ ശത്രുക്കൾ ഉണ്ടല്ലോ, മുസ്ലിം സമൂഹത്തിന്റെ ശത്രുക്കൾ എന്ന് പറയുന്നവർ, അവർ പരസ്പരം ഔലിയാക്കളാണ്, ആത്മമിത്രങ്ങളാണ്. അവർ മുസൽമാന്മാർക്ക് എതിരെ പട നയിക്കാൻ അവർ ഒന്നാണ്. അവർ ഐക്യത്തോടെ എന്തും ചെയ്യാൻ തയ്യാറാവുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുക, അല്ല പറയാം, ഫിത്നത്തോ ഫസാദുന, വൻ ഫിത്തനയും വലിയ കുഴപ്പവും നിങ്ങൾക്കിടയിൽ ഉണ്ടാകും, അവരുണ്ടാക്കി തീർക്കും. അപ്പൊ ശത്രു വളരെ ശക്തമായി ഐക്യവും സൗഹൃദവും നിലനിർത്തുമ്പോൾ മുസ്ലിങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നിനൊന്ന് ഇണങ്ങാത്ത അവസ്ഥയിൽ മുസ്ലിങ്ങൾ മുന്നോട്ട് പോകുന്നത് ലോകത്ത് ഏറ്റവും വലിയ കുഴപ്പങ്ങളും ഫസാദുകളും ഉണ്ടാവാൻ കാരണമാകുമെന്ന് പരിശുദ്ധ ഖുർആന നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിലും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫറജ അൻ മുഅ്മിനിൻ, ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു പ്രയാസം വരുമ്പോൾ അവിടെ ഇടപെട്ട് അത് പരിഹരിക്കാൻ ഒരാൾ തയ്യാറായാൽ അന്ത്യനാളിൽ അവന്റെ പ്രയാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പരിഹരിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല നബിയോട് ചോദിക്കാൻ, നബി നല്ലൊരു അമല് പറഞ്ഞു തരൂ. അപ്പൊ നബി പറയാണ്, സുറൂറുൻ തുദ്ഖിലുഹു ഫി അഖി, ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് നീ ഒരു സന്തോഷം നൽകുക എന്നുണ്ടല്ലോ, അതിലേറെ വലിയൊരു കാര്യമില്ല. നിന്റെ ഒരു സഹോദരന്റെ മനസ്സിലേക്ക് ഒരു സന്തോഷം പകർന്നു കൊടുക്കുക, അതിലേറെ വലിയൊരു കാര്യമില്ല. ഒരു മുഅ്മിന്റെ മനസ്സിന് സന്തോഷം നൽകുന്ന എന്തെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പ്രതിഫലം വളരെ വലുതാണ്. പ്രവാചകൻ പറഞ്ഞു, മദീന പള്ളി, എന്റെ ഈ പള്ളി ഉണ്ടല്ലോ,
ഇതിൽ ഒരു നേരം നമസ്കരിച്ചാൽ 1000 പ്രാവശ്യം നമസ്കരിക്കുന്ന പ്രതിഫലമുള്ള പള്ളിയാണ്. ഈ പള്ളിയിൽ ഞാൻ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ പുണ്യകരമായ കാര്യമാണ് ഒരു മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി അവന്റെ കൂടെ ഞാൻ നടന്നു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മദീന പള്ളിയിൽ പ്രവാചകന്റെ പള്ളിയിൽ ഒരാൾ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ഏറ്റവും പുണ്യകരമാണ് ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, ആ ആവശ്യത്തിന് വേണ്ടി അവന്റെ കൂടെ പോയി കൊടുക്കുക, അത് വീട്ടാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളത്. മാത്രമല്ല മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, സബ്ബത്തല്ലാഹു ഖദമഹു അല സിറാത്ത്. ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരാൾ ആവശ്യത്തിന് വേണ്ടി. അപ്പൊ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും അസുഖമുണ്ട്, അപ്പൊ നമ്മൾ അടുത്ത കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ഒരു മുസ്ലിമിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ നടക്കുക എന്നുള്ളത് മസ്ജിദുൻ നബവിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിന്, ഒരു മാസം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ പുണ്യകരമായ കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്. അപ്പൊ എത്ര നിസാരമായിട്ടാണ് നമുക്കിത് നേടാൻ കഴിയുക എന്നുള്ളത് നോക്കുക, നമ്മുടെ വലിയ വലിയ പ്രതിഫലങ്ങൾ. അതുപോലെ രണ്ടാം ഖുത്ബയിൽ മഹാനവറുകൾ പറഞ്ഞു, ഇത്ര വലിയ പുണ്യങ്ങളൊക്കെ ഇതിന് പറയുമ്പോ ഇതിന്റെ നേരെ വിപരീതം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ കണക്കനുസരിച്ച് കൊണ്ടുള്ള ദുരന്തവും ശിക്ഷയും അള്ളാഹുവിൽ നിന്നുണ്ടാകും. അവർ മരണപ്പെട്ട് കബറിൽ കിടക്കുമ്പോൾ അവരുടെ കബറുകളിൽ മലക്കുകൾ വന്ന് അവരെ ക്രൂരമായി ആക്രമിക്കുമ്പോ, നൂറുകണക്കിന് അടി അടിക്കുമ്പോ, അവരുടെ കബർ തീജ്വാലകളാകുമ്പോ, എന്തേ പടച്ചവനെ ഈ രൂപത്തിൽ എനിക്ക് ശിക്ഷ വരാൻ കാരണം എന്ന അവന്റെ ചോദ്യത്തിനുള്ള മറുപടി, മറർത്താല മദ്ലൂമിൻ ഫലൻ തൻസുറുഹു, ആക്രമിക്കപ്പെടുന്നവനെ കണ്ടിട്ടും നീ അവനെ സഹായിക്കാതെ നീ പോയി. ഇതിന്റെ കാരണം വേണ്ടി പറയുകയാണ്, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം ആക്രമിക്കപ്പെട്ടപ്പോൾ നീ അവനെ സഹായിച്ചില്ല, അതിന്റെ ശിക്ഷ നീ അനുഭവിക്കുക. അപ്പോ വളരെ ഭീകരമാണ്. വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹബന്ധം, സാഹോദര്യം നിലനിർത്താതെ മുന്നോട്ട് പോയാൽ അതിഭീകരമായ ദുരന്തമാണ് നമുക്ക് അനുഭവിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ ഫലസ്തീനിലുള്ള സഹോദരങ്ങൾ അനുഭവിക്കുന്ന വേദനകളും യാതനകളും വളരെ വിശദമായി അദ്ദേഹം പറഞ്ഞു. അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം മാന്യമായി മര്യാദയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. ഒന്നും ചെയ്യാതെ നിൽക്കുകയല്ല വേണ്ടത്. മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്തെങ്കിലും ഒരു വീഡിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വോയിസ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 10 ചില്ലിക്കാശ്, എന്താണോ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുക എന്നുള്ളത് അദ്അഫുൽ ഈമാനാണ്. നമുക്ക് അവിടെ പോയി ഇടപെടാൻ കഴിയില്ല. അതുപോലെ തന്നെ അഭ്യന്തരങ്ങളിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. എങ്കിലും നമുക്കൊരു മേഖലയുണ്ടല്ലോ, അവിടെ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിറു ബിയദിഹി ഫഇല്ലം യസ്തതി ഫബിലിസാനി ഫഇല്ലം യസ്തതി ബിഖൽബിഹി ഫദാലിക അദ്അഫുൽ ഈമാൻ. നിങ്ങൾക്ക് ഒരു തെറ്റ് കണ്ടു, അത് കൈകൊണ്ട് തടയാൻ പറ്റിയെങ്കിൽ തട, അതിനും കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് തടയും, അതിനും കഴിയില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുക. അത് ഏറ്റവും താഴെക്കടയിലുള്ള വിശ്വാസമാണ് എന്ന് റസൂൽ പറഞ്ഞു. അതുപോലെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് സാധിക്കുമല്ലോ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവർ അനുഭവിക്കുന്ന വേദനകൾ, അവർ നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മെ പോലെയുള്ള ശരീരങ്ങളാണ് അവർക്കുള്ളത്. അപ്പൊ ഏതായിരുന്നാലും ചുരുക്കി പറഞ്ഞാൽ, വിശ്വാസികളും തമ്മിലുള്ള സാഹോദര്യം നിലനിർത്താതെ പോകുന്നത് ഭീകരമായ ദുരന്തം പരലോകത്ത് ക്ഷണിച്ചു വരുത്തുന്നതാണ്. അതേ സ്ഥാനത്ത് ആ സൗഹൃദ ബന്ധം നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ കണക്കുകൾക്ക് അപ്പുറമുള്ള വൻ പ്രതിഫലങ്ങൾ നമുക്ക് ലഭ്യമാവാനുള്ള കാരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ദീർഘായുസ്സോടെയും ആഫിയത്തോടെയും അവന്റെ ദീനിന് സേവനം ചെയ്യാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും നമ്മോട് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസാനം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك.